അനുദിന വിശുദ്ധർ മാർച്ച് 12 വിശുദ്ധ സെറാഫിന. 1523 ടസ്കാനിയയിലെ പുരാതന നഗരമായിരുന്ന ജെമിനിയാനോയിൽ വിശുദ്ധ സെറാഫിന ജനിച്ചു. അവളെ ഫിന എന്നും വിളിച്ചിരുന്നു. വിശുദ്ധയുടെ ഓർമ്മകളാൽ ധന്യമാക്കപ്പെട്ട സ്ഥലമാണ് ജെമിനിയാനോ നഗരം. അവളുടെ ഓർമ്മ പുതുക്കൽ സാന്താഫിന എന്ന പേരിൽ ആഘോഷിച്ചു വരുന്നു. വളരെ നല്ല രീതിയിൽ ജീവിച്ചതിന് ശേഷം ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണ ദമ്പതികളായിരുന്നു വിശുദ്ധയുടെ മാതാപിതാക്കൾ. കാഴ്ചയ്ക്ക് വളരെ മനോഹരിയായിരുന്നു വിശുദ്ധ സെറാഫിന. വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവൾ ജീവിച്ചിരുന്നതെങ്കിലും അവൾ എപ്പോഴും തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി ദാനം ചെയ്യുക പതിവായിരുന്നു. അവൾ തൻ്റെ ഭവനത്തിൽ സന്യാസപരമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. പകൽ മുഴുവൻ നൂൽപ്പും തുന്നൽപ്പണികളും രാത്രിയുടെ ഭൂരിഭാഗം പ്രാർത്ഥനയിലുമാണ് അവൾ ചെലവഴിച്ചിരുന്നത്. അവൾ യുവതിയായിരിക്കെ തന്നെ അവളുടെ പിതാവ് മരണപ്പെട്ടു. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അവൾ മാരകമായ രോഗത്തിനടിമയായി. അവളുടെ കൈകളും കാലുകളും നേത്രങ്ങളും പാദങ്ങളും മറ്റുള്ള ആന്തരിക അവയവങ്ങളും മരവിച്ച് തളർവാദം പിടിച്ചതുപോലെയായി. സെറാഫിനയുടെ രൂപഭംഗിയും ആകർഷകത്വവും നഷ്ടപ്പെടുകയും കാഴ്ചയ്ക്ക് വളരെ വിരൂപയായ ഒരു സ്ത്രീയായി തീരുകയും ചെയ്തു. കർത്താവിൻ്റെ കുരിശിലെ സഹനങ്ങളെപ്പോലെ സഹനമനുഭവിക്കുവാനുള്ള ആഗ്രഹത്താൽ 6 വർഷത്തോളം അവൾ ഒരു മരപ്പലകയിൽ അനങ്ങുവാനും തിരിയുവാനും കഴിയാതെ ഒരേ അവസ്ഥയിൽ തന്നെ കിടന്നു. ജോലി ചെയ്യുവാനും യാചിക്കുവാനുമായി അവളുടെ മാതാവ് മണിക്കൂറുകളോളം അവളെ ഒറ്റയ്ക്കാക്കി പോകുമായിരുന്നു. എന്നിരുന്നാലും അവൾ യാതൊരു പരാതിയും പറഞ്ഞിരുന്നില്ല. കഠിനമായ വേദനകൾ സഹിക്കുമ്പോഴും അവൾ തൻ്റെ കണ്ണുകൾ ക്രൂശിത രൂപത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വളരെ ശാന്തതയോടെ കിടക്കുകയും എൻ്റെ വേദനകളല്ല യേശുവേ, നിന്നെ കാണാനുള്ള ആഗ്രഹമാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെ പുതിയൊരു പ്രശ്നം അവളുടെ ജീവിതത്തിലേക്ക് ഇടുത്തി പോലെ കടന്നു വന്നു. വിശുദ്ധയെ പൂർണ്ണമായും തനിച്ചാക്കിക്കൊണ്ട് അവളുടെ അമ്മ മരണപ്പെട്ടു. ബെൽദിയ എന്നു പേരായ തൻ്റെ വിശ്വസ്തയായ ഒരു കൂട്ടുകാരി ഒഴികെ അവൾ പൂർണ്ണമായും സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും അധികനാൾ ജീവിച്ചിരിക്കുകയില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു. ദരിദ്രരായ അയൽക്കാരുടെ സന്ദർശനങ്ങൾ വല്ലപ്പോഴും ഒരിക്കലായി ചുരുങ്ങി. അങ്ങനെയിരിക്കെ ആരോ അവളോട് മഹാനായ വിശുദ്ധ ഗ്രിഗറിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇത് അവളിൽ അദ്ദേഹത്തെ പ്രതി ഒരു പ്രത്യേക ബഹുമാനം ഉളവാക്കുന്നതിന് കാരണമായി. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിരവധി അസുഖങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട വിശുദ്ധ ഗ്രിഗറിയെപ്പോലെ താനും തൻ്റെ സഹനങ്ങൾ ക്ഷമാപൂർവം സഹിക്കുമെന്ന് അവൾ പ്രാർത്ഥിച്ചു. അവളുടെ മരണത്തിന് 8 ദിവസങ്ങൾക്ക് മുൻപ് അവളെ ശ്രദ്ധിക്കുവാൻ ആരുമില്ലാതെ തനിച്ചു കിടക്കുന്ന അവസരത്തിൽ വിശുദ്ധ ഗ്രിഗറി അവൾക്ക് ദർശനം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട മകളെ, എൻ്റെ തിരുനാൾ ദിവസം നിനക്ക് ദൈവം വിശ്രമം തരും. വിശുദ്ധൻ്റെ വാക്കുകൾ പോലെ അവൾ തിരുനാൾ ദിവസം ലോകത്തോട് വിട പറഞ്ഞു. അന്ത്യകർമ്മങ്ങൾക്കായി അവളുടെ മൃതദേഹം കിടത്തിയിരുന്ന പലകയിൽ നിന്നും അത് മാറ്റിയപ്പോൾ അഴുകിയ ആ പലക വെള്ള ലില്ലി പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുന്നതായി കാണപ്പെട്ടു. മുഴുവൻ നഗരവാസികളും അവളുടെ അന്ത്യകർമ്മത്തിൽ പങ്കെടുത്തു. അവളുടെ മധ്യസ്ഥതയാൽ നിരവധി അത്ഭുതങ്ങൾ നടന്നതായും പറയപ്പെടുന്നു. സെറാഫിന മരിച്ചു കിടന്ന അവസരത്തിൽ അവൾ തൻ്റെ കരമുയർത്തി കൂട്ടുകാരിയായിരുന്ന ബെൽദിയായെ ആലിംഗനം ചെയ്യുകയും അവളുടെ മുറിവേറ്റ കരം സുഖപ്പെടുത്തിയതായും പറയപ്പെടുന്നു. വിശുദ്ധയുടെ തിരുനാൾ ദിനമായ മാർച്ച് 12 പുഷ്പിക്കുന്ന വെള്ള ലില്ലി പുഷ്പങ്ങളെ ജർമ്മനിയിലെ കർഷകർ സാന്താഫിനായുടെ പുഷ്പങ്ങളെന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്.